പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ സീക്രട്ട് ഉണ്ട് മുട്ടമാലയില്. അത് പറഞ്ഞു കൊടുക്കൂല അല്ലേ? പറ. ഇല്ല. ഗ്യാസ് നല്ലോണം കത്തൂല, നല്ലോണം കത്തണം ഗ്യാസ്. അപ്പൊ നിങ്ങളെല്ലാരും എന്താ ഗ്യാസ് ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുക. നല്ലോണം കത്തി ഇങ്ങനെ പൊരടക്കം കത്തുന്ന പോലത്തെ ഗ്യാസ് എല്ലാം ഉണ്ടെങ്കിൽ അത്രയും നമ്മള് എന്താ സ്വീകരിക്കുന്നതാണ്. ആരും മുട്ടമാല ഉണ്ടാക്കത്തില്ല. എന്താ പിയാപ്പിളമാരെല്ലാം വന്നിട്ട് പിയാപ്പിളമാർക്കെല്ലാം നല്ല അടിപൊളിയാ. എല്ലാരും ഉണ്ടാക്കി കൊടുക്ക് പിയാപ്പിളമാർക്കെല്ലാം ഉണ്ടെങ്കിലേ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നല്ല ബോണ്ട പോലെ ഉണ്ട് ഇപ്പൊ. എന്നാ കുട്ടപ്പൻ. അപ്പൊ ഇങ്ങളോ? കുട്ടച്ചി. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ഇന്ന് മുട്ടമാല കഴിക്കില്ലേ അല്ലേ? മുട്ടമാല കൊറേയായി എനിക്ക് ഓർമ്മ കിട്ടുന്നത് എന്തെല്ലേനും കൊറേ ആക്കാത്ത. ഇന്ന് ഞാൻ നോക്കുമ്പോണ്ട് ഉമ്മ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചില് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ള രീതിയില്. എല്ലാം കൈയിട്ട് തന്നെ നേരത്തെ വെച്ചതാ മുട്ടയാ. ഇങ്ങനെ ആക്കി കൊണ്ടുവരും. ആക്കുന്ന ഇങ്ങനെ ചെടിക്കിടാം പണിയ ചെടിക്കല്ല. അപ്പോ എന്റെ മുട്ടമാല കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. മർജാന്റെ ഇതിപ്പോ എനിക്ക് സംഭവം എന്ന് വെച്ചാൽ ഡെയിലി ഇങ്ങനെ കണ്ടന്റ് ആണ്. എന്നാലും ഇങ്ങനെ എന്താ പറയാ കുറച്ച് ഉയർച്ചയിലേക്ക് എത്തും. അപ്പൊ എന്തെങ്കിലും കണ്ടന്റ് ഡെയിലി ഇടാണെങ്കിൽ സാധനം വേണ്ടേ? അപ്പൊ ഉമ്മ എന്താ പറയാ ഇന്ന് ഓരോ കുക്കിംഗ് ചെയ്യുമ്പോ ഇതാക്കൂ. എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തങ്ങ് ഇടണോ നല്ലൊരു ഇത്. അത് എനിക്ക് ഉമ്മ പറഞ്ഞ ട്രിക്കാ അല്ലേ? ഇതിപ്പോ ഈ മഞ്ഞേറ്റ പൊട്ടിപ്പോയി കിണുമ്പോ നെയ്യ അത് നല്ല ആംബ്ലേറ്റിന് കോരി അങ്ങോട്ട് അപ്പൊ ഇന്ന് മൊത്തം മഞ്ഞ പൊട്ടിക്കും. പിന്നെ കൊടുക്കേണ്ടവർക്ക് ഉണ്ടാവില്ല. ഞാൻ അഞ്ചെണ്ണം കൂടുതൽ വാങ്ങിക്കും. ശരിക്കും ഇതിന്റെ പണിയൊന്നും ഇല്ലല്ലോ മുട്ടമാലക്ക്. പക്ഷെ ഇതിന്റെ ഒരു പാകം അറിഞ്ഞു തരണം. പണിയൊന്നും ഇല്ല, വലിയ ശരീരത്തിന് വലിയ വലിച്ചൊന്നുമില്ല. അതല്ല, ഇതിപ്പോ ഒരു മുട്ട എത്ര മുട്ടമാല പൊട്ടിക്കാം? മുട്ടമാല എത്രയാണെന്ന് പറയാൻ പറ്റുക, ഒരാൾക്ക് തിന്നാൻ പറ്റും. എന്നാ എന്റെ എന്തായാലും ഒരു 2-3 മുട്ട പൊട്ടിക്കല് നിങ്ങൾക്ക് കാണാൻ പറ്റും. തരൂല? 5000 ഇങ്ങോട്ട് തരുവാ. അതാ കട്ടുന്നത്. അത് കാണിക്ക്. ഇനി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ. എല്ലാം മുട്ടമാല ആക്കി. ഇത് മുട്ടമാല അധികം കണ്ണൂര് ഭാഗത്തിലുണ്ടാവാ അല്ലേ? ബാക്കിയുള്ള ആൾക്കാരെല്ലാം കണ്ടു പഠിക്കട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഓരോ കുക്കിംഗ് എന്നല്ല എല്ലായിട്ട് ഞാൻ വരൂ. നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. ഇന്ന് ചക്ക മുറിക്കണ്ട. അന്ന് ചക്ക മുറിക്കണം അന്ന് ചക്ക മുറിക്കണോന്ന് പറഞ്ഞിട്ട് സംഭവം അന്നത്തെ ചക്ക പഴുത്തിട്ടുണ്ട്. ഇപ്പൊ പുതിയ വേറെ പുതിയ ഇനി പുതിയ ചക്ക കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചെലപ്പോ ഇതിന് മുന്നേ ആയിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഒന്നെനിക്ക് അറിഞ്ഞേ എന്റെ കയ്യിലും മുട്ട മണക്കും. മുട്ട നമ്മൾ തിന്നാത്തിരുന്നല്ല. യു ഡോണ്ട് വെറി, ഐ വെറി, യു വെറി, ശിവറി. അറിയവാ അറിയണ്ടോ? ഒന്ന് പറഞ്ഞ ഓരോന്നോരോന്നായിട്ട്. അത് ഞാൻ കണ്ടുപിടിച്ച സംഭവം. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും മുട്ടമാലയല്ല മുട്ട എന്താക്കുന്ന ഈ സംഭവം മുട്ടമാല അല്ല അതല്ല ഇപ്പൊ എന്താക്കുന്ന രണ്ടും വേർതിരിച്ച് മുട്ടേന്റെ മഞ്ഞയും വെള്ളയെല്ലാം വേർതിരിക്കട്ടെ ഉമ്മ. എന്നിട്ട് ലാസ്റ്റ് 2 എനിക്ക് എന്തായാലും തരും. അപ്പൊ നമുക്ക് അന്നേരം കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ ഉമ്മ ഏകദേശം കയ്യനായി. ഇനിയിപ്പോ 3 ഉള്ളൂ. 3-4 ഉള്ളൂ ഇനി. പിന്നെ ഇതാ ഇതിലിപ്പോ അനക്കാകെ മെച്ചമുള്ള ഒരു സംഭവം അതിപ്പോ ഞാൻ കാണിച്ചു തരാം. പക്ഷെങ്കിൽ ഇതില് ഇപ്പൊ എന്താ പറയാ
മുട്ടമാല വിളിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഇവിടെ ഉപയോഗം ഇത് ഉമ്മ കൊടുക്കുന്നത് ഒരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇല്ല ഒരാള് അങ്ങനെ കൊടുക്കുന്ന പൈസ ആ അങ്ങനല്ല. പിന്നെ ആ ഒരു കുടുംബത്തിന് കുടുംബത്തിൽ കൊടുക്കും. കുടുംബത്തിൽ കൊടുക്കുന്നേ. ഓപ്പറേഷൻ ശേഷം ആദ്യമായിട്ടാ വലിക്കുന്നത്. അപ്പൊ ആകെ ഉപയോഗം അല്ല. ഇതിപ്പോ ഉറക്ക് കൊടുത്തതിന്റെ ഇവിടെ ഇത് ഈ സൈഡിൽ കുറെ ഇതുണ്ടല്ലോ പഠിക്കുന്നേ, അത് ആകെ ഉപയോഗം ഉപ്പാക്കുണ്ടാവുക. കാരണം ഇവിടെ ഞാനും എന്റെ പെങ്ങളും പിന്നെ ഉമ്മയെല്ലാം ഫുള്ള് ഷുഗർ കട്ടില്ല അല്ലെ. ഉപ്പ ഷുഗർ കട്ടൊന്നും ഉപ്പാക്ക് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പിന്നെ എനക്കാകെ സ്പെഷ്യൽ ആയിട്ടുള്ള എനിക്ക് ഉപയോഗമുള്ള ഇതാ ഈ ഒരു സംഭവം. ഇത് സംഭവം എന്ന് വെച്ചാല് മുട്ട പൊട്ടിപ്പോയ സംഭവം. ഇത് മുട്ട മഞ്ഞായാലും പൊട്ടിപ്പോയാലും ഉണ്ടാവല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു മുട്ട പൊട്ടിപ്പോണിട്ട് പ്രാർത്ഥിക്കാറില്ല. അതാ ഇത്. അപ്പൊ ഇതിനെ കൊണ്ട് അന്നേരം മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതെനിക്കൊരു ഉപയോഗം ഉണ്ടാവും. പിന്നെ മറ്റേത് ഷുഗർ ഇതായോണ്ട് അത് ഞാൻ കട്ടരും. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞതിന് നല്ല ബോണ്ട പോലെ ഉണ്ട് ഇപ്പൊ. എന്നാ മുട്ടപ്പൻ. അപ്പൊ ഇങ്ങളോ? പിന്നെ ഞാൻ നേരത്തെ ഉമ്മാട് ചോദിച്ചിരിക്കുന്നു ഒരു മുട്ട ഇതാക്കാൻ തരുമോ? നേരോ എനിക്ക് കൊടുത്താൽ ശരിയാവില്ല. ആകെ 25 എന്നാലും തരാത്തൊരു മോശമായി പോയി. എന്റെ കല എന്താ പറയാ പുറത്തെടുക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടുന്നില്ല. അതാ എന്റെ പ്രശ്നം. പുറത്തെടുക്കാം. പക്ഷെ ഇതിന്റെ അകത്തുള്ള വെള്ളം ഇത് കുടുങ്ങിയാല് മുട്ടമാല വലിയില്ല, മാലയാവില്ല. പിന്നെ ഞാന് വെറുതെ എന്തിനാ അറിഞ്ഞോണ്ട്. ഇപ്പം തീരുന്നില്ല. നിങ്ങൾക്ക് എന്റെ കല എന്താ പുറത്തു വരാത്തതെന്ന്. എനിക്ക് ശരിക്കും കുക്കിങ്ങിന്റെ നല്ല കലയുണ്ട്, പക്ഷെ ഇവരൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷെ ഇത് വേറെ പുറത്ത് കൊടുക്കുന്ന നമ്മക്ക് തന്നെ കഴിക്കുന്നതാണെങ്കിൽ നമ്മക്ക് കഴിക്കുന്നതാണെങ്കിൽ പ്രശ്നമില്ല. ഇത് പുറത്തു കൊടുക്കുന്നുണ്ട്. എന്നാലും തരേനു തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്യാപ്പിൾ കൊടുക്കണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതില് എന്താ പറയാ പഞ്ചസാര ഇട്ടിട്ട് ചൂടാക്കല്ലോ വേണ്ടു. പൊന്തി പൊന്തി വരുമ്പോ നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം. വേണ്ട, എനക്ക് അളവെല്ലാം മറന്നുപോയി. അതുകൊണ്ടാ ഉമ്മാക്കെല്ലാം അളവ് ഇതെല്ലാം മറന്നുപോയി. ഇനിയിപ്പോ ഇവിടെ കുക്കിംഗ് അടുക്കള ഭരിക്കുക ഞാനാ. അർജുന് കുക്കിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് തിന്നാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പഞ്ചസാര ഇതിടണം. പഞ്ചസാരന്റെ ഈ കച്ചറ ഇല്ല ഇത് കാണുന്ന ഇതെല്ലാം ആ മുട്ടേന്റെ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അതിലിങ്ങ് പോരും. ഇത് മറ്റേ ഇതല്ലേ വൃത്തിക്കേടിന്റെ ഇതല്ല. ഇത് സാധാരണ എപ്പോ ഉണ്ടാകുന്ന സംഭവം തന്നെ അല്ലേ? അതങ്ങനെ തന്നെ. പഞ്ചസാര പറഞ്ഞോടക്ക് ഇങ്ങളെ എല്ലാവർക്കും അറിയാലോ, യൂട്യൂബിൽ എല്ലാവർക്കും കാണുന്നുണ്ട്. എന്നാലും നമ്മളിങ്ങനെ ഫുള്ള് അടുപ്പിച്ച് എന്താ പറയാ ഗ്യാസ് നല്ലോണം കത്തൂല, നല്ലോണം കത്തണം ഗ്യാസ്. അപ്പൊ നിങ്ങളെല്ലാരും എന്താ ഗ്യാസ് ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുക. നല്ലോണം കത്തി ഇങ്ങനെ പൊരടക്കം കത്തുന്ന പോലത്തെ ഗ്യാസ് എല്ലാം ഉണ്ടെങ്കിൽ അത്രയും നമ്മള് എന്താ പറയാ സ്വീകരിക്കുന്നതാണ്. എന്താ പറയുക, അല്ല നമ്മളിവിടെ പിന്നെ കൂടി പൊര കത്തുണ്ട്. എന്തെന്നാ മറക്കാൻ ഇങ്ങനെ നിങ്ങളയച്ചോ പ്രശ്നമൊന്നുമില്ല, നമ്മള് ഡീൽ ചെയ്തു കത്തിച്ചോളൂ. പിന്നെ മറ്റേ ബെല്ല് ചമ്പലം വെച്ചിട്ട് ഫുൾ എന്റെ കുക്കിംഗ് ഷോ ആയിരിക്കും. ഇതെനിക്ക് തീരെ റെഡിയായി വരുന്നില്ല, ആയി വരണം നല്ലോണം ഗ്യാസ്. ഉമ്മാന്റെ സ്കില്ലെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇനി വളർന്നു വരുന്ന എന്താ പറയാ കുക്കർ ഞാനായിരിക്കും. അങ്ങനെ ഞാൻ എന്നെ തന്നെ ആക്കാൻ. അങ്ങനല്ല, അങ്ങനെ ഞാൻ ആകെ വ്ളോഗിൽ മാത്രം ശരിക്കും ഉണ്ടായിത്തരൊന്നുമില്ലേ. ഇതിന്റെ മഞ്ഞെല്ലാം ഇനി ഇത് ചൂടാവല്ലോ വേണ്ടോ? ബിരിയാണി കളർ ദൂരെ കൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്കുള്ള ടിപ്സ് ആണ് ഇത്. ടിപ്സ് എല്ലാവരും ഉപയോഗിക്കൊന്നുമില്ല. ബിരിയാണി കളർ
ഇട്ട് കൊടുക്കലുണ്ട് എന്നാല് നല്ല ഒരു കളറ് കിട്ടും. ഏതാ ബിരിയാണി കളർ എന്ന് വെച്ചാല് ചോപ്പോ അല്ല മഞ്ഞ? ഓറഞ്ച് ഓറഞ്ച്. അത് ഞാൻ മഞ്ഞൾപ്പൊടിയിലിട്ടപ്പോ ഒരു കളറിന്. അതിന് കുറച്ച് ക്രയോണെല്ലാം എടുത്ത് ഞങ്ങൾ മുറിച്ചിരങ്ങിട്ട് കൊടുത്തപ്പോരെ കളർ കിട്ടിയില്ലേ? കുറച്ചാ നല്ല മൊഞ്ചുണ്ടാവും ഈ വെള്ളേന്റെ ഒത്ത് ആ കളർ വെച്ച് കൊടുത്താല്. ഇവിടെ തിളക്കുന്നതാ. അത് തിളച്ച് തിളച്ച് നല്ലോണം പഞ്ചായത്തിൽ പുറത്ത് വരണം. അപ്പൊ നമുക്ക് ഇതെല്ലാം എന്താ പറയാ ഒരു നിലയിലെത്തിയിട്ട് കാണാം. എന്നിട്ടാണോ അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ ഇങ്ങക്കുള്ള ഒരു നല്ലൊരു ടിപ്സാ ഇത്. ആരും മുട്ടമാല ഇങ്ങനെ വലിക്കുന്നുണ്ടെങ്കിൽ ഇതാ അടുത്ത ഈ സംഭവം ഇത് കണക്കായിട്ടാ കഴിക്കും. നമ്മളെ ഇതില്ല സോസെല്ലാം ഒഴിക്കുന്ന ഇതില്ല ബോട്ടിലില്ല, അതിനാകെ ഒരു 50 റുപ്യ 55 റുപ്യറ്റേ ഉള്ളു. അന്നേരം അത് മേടിച്ചിട്ട് അതിനെ കൊണ്ട് ഇതാക്കിയാൽ മതി. ഇതൊക്കെ ഫുള്ള് ലാഗ് അടിക്കുന്നു. ഓക്കെ. എന്നിട്ട് നിങ്ങള് ഇങ്ങനെ ഇതാക്കി. ഇത് നല്ലൊരു ടിപ്സായി നിങ്ങൾക്ക് പറഞ്ഞെടുക്കേ. നല്ലതാ. എന്നാ പിന്നെ കൂടെ ഇങ്ങനെ കൈകൊണ്ട് ബലിക്കണ്ട. ഇതാകെ ഒറ്റ സ്ട്രെച്ചിലേക്ക് ഒറ്റ തീരയില് എല്ലാം ഒരു തീരൂല. കുറച്ചാക്കിട്ട് നമുക്ക് കൈകൊണ്ട് കൂടെ കളിക്കണ്ട. പിന്നെ സോപ്പിട്ടിട്ടെല്ലാം കഴിക്കല്. ഇവിടെ മുട്ടമാലിന്റെ വെള്ളം ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ അളക്കുന്നുണ്ട്. അതില് ഉപ്പിടണം. ഓക്കെ ഓക്കെ എന്ന് പറ. ലൈക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ സാധനം. അതൊന്ന് ശരിക്കും ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്താ. ഇല്ല അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാം. എല്ലാ കുടിക്കതാ. ഇതാ കാണിച്ചു കൊടുക്ക്. ആർക്ക് വരുന്നുണ്ട്? നെക്സോൺ ഉക്കോം ഇതെന്താ ഫ്രീ പ്രൊമോഷൻ. ഇപ്പം മർജിന് കുറെ സാധനം കൊണ്ടുവരും. നെക്സോൺ പൂക്കും ഫ്രീ പ്രൊമോഷൻ വരെ കാണിച്ചു കൊടുക്ക്. 78 റുപ്യന്റെ സാധനം 55-ന്. പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ സീക്രട്ട് ഉണ്ട് മുട്ടമാലയില്. അത് പറഞ്ഞു കൊടുക്കൂല അല്ലേ? പറ. ഇല്ല. ഉമ്മാന്റെ കിടിലൻ സീക്രട്ട് അതൊന്ന് ആർക്ക് പറ. നമ്മളെ ഇതിപ്പോ വലിയ കമ്പനിക്കാര് ഓരോ സീക്രട്ട് പുറത്ത് വിടുന്നുണ്ടല്ലോ. അതേപോലെ നമ്മളെ സീക്രട്ട് ഇതാക്കണം, അല്ലെങ്കിൽ നമുക്ക് കോമ്പറ്റീഷനോ. അതന്നെ. ഉമ്മ അതിന് യോജിക്കുന്നില്ല? ഉമ്മക്ക് സംഭവം തിരിഞ്ഞിക്കില്ല ആദ്യം പറഞ്ഞ. എന്റെ സീക്രട്ട് പറഞ്ഞു കൊടുക്കണ്ടിട്ടാണ് ഈ പറയുന്നത്. അല്ല അങ്ങനല്ല. അപ്പൊ നമ്മൾ ഈ സീക്രട്ട് പറഞ്ഞു തരൂല അല്ലേ? വേണമെങ്കിൽ നിങ്ങള് അല്ല വേണമെങ്കിൽ നിങ്ങളൊന്ന് എന്ത് കമന്റ് ചെയ്താലും ഞാൻ പറഞ്ഞു തരൂല, അല്ലെങ്കിൽ ഉമ്മ എന്നെ പിടിച്ചു പോയില്ല. അപ്പൊ നമുക്ക് ഇതിൽ വയ്ക്കുന്ന ടെസ്റ്റ് ചെയ്യുന്നല്ലേ? മറ്റേ ഉമ്മ പറഞ്ഞ അതിന്റെ വെള്ളം ഇത് പുറത്തേക്ക് വരും പറഞ്ഞ. കച്ചറ എന്ന് പറയരുത്. അപ്പൊ നമുക്ക് എല്ലാം ഇതിലുള്ള കച്ചറ കാണിച്ചെടുക്കും. ഇത് നമ്മളെ പാത്രത്തിന് കച്ചറയല്ല, പഞ്ചസാരയല്ല. അല്ല പിന്നെ എല്ലാരും അയ്യേ വേറെ വീട്ടിലെന്നാ പാത്രത്തിന് വൃത്തിയില്ല. കുറച്ച് നെഗറ്റീവ് വേണമെന്നാ, എന്നാലും കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന. ഉമ്മ നെഗറ്റീവില് ജീവിച്ചാളാ അല്ലേ? വരുന്നുണ്ട് ഇങ്ങനെ. ഉമ്മ നെഗറ്റീവില് ജീവിച്ചാളാ, ഫുള്ള് കോൺഫിഡൻസ്. അന്ന് ഓപ്പറേഷന് പോകുന്ന സമയത്ത് ഫുള്ള് കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ അന്ന് ഓപ്പറേഷന്റെ മാസ്ക് എല്ലാം ഇട്ട് എല്ലാം തൊക്കിലിട്ട് തരോ, പിന്നെ കോൺഫിഡൻസ് റേഡിയോ ചോർന്നു പോയതാ ഞാൻ കണ്ട്. ഞാൻ നോക്കുമ്പോ ഒരേ കടിച്ചിരിങ്ങ തോന്നതാ. എന്നിട്ട് ഫുള്ള് കരയേനായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞ്
അടുക്ക ഇതല്ല ഉം. ഞാൻ പറഞ്ഞു തോണ്ടിട്ട് കരയണ്ട അന്നേരം അത് ഇവനക്കുള്ള സുഖടല്ലേ അത് എന്നെ കരയിപ്പിക്കണ്ടെന്ന് പറഞ്ഞാ പോടുന്നു അല്ലാണ്ട് മുട്ടേന്റെ കുഞ്ഞിക്ക് പാല് കൊടുക്കുന്നുണ്ടേ കുഞ്ഞിക്ക് പാലെടുക്ക് ഇതിലുള്ള നഷ്ടം അത് മുറിച്ചാ മതി അല്ല മുറിച്ചാല് പിന്നെ മൂടാനും പറ്റൂലല്ലോ അത് മതി അയ്യോ ഇതിനകത്തൊരു കാര്യം ചെയ്തിട്ടില്ല ഉപ്പ് ഏലക്കായി ഇങ്ങളെ മറ്റേ സീക്രട്ട് ഇട്ടിക്കുന്ന അല്ല അതും ഇട്ടിട്ടില്ല അതൊന്നും ഇട്ടിക്കില്ല അല്ല അല്ല പറഞ്ഞ കൊറേ കാലായിട്ട് ആക്കാത്ത ഉമ്മാനോട് മറന്നു എല്ലാ സംഭവം ഇനിയിപ്പൊ നമ്മളെല്ലാം മറന്നു നിങ്ങളെ മക്ക നിങ്ങളെപ്പോ എന്റെ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഞാൻ ചായക്കടി എത്രയായി ഉണ്ടാക്കാത്ത ഇത് ടെസ്റ്റാ ഇത് എന്നോട് ആയിപ്പോയോ ഒഴിച്ചു ബേഗിങ് എടുത്തില്ല അല്ല അത് ടെസ്റ്റിംഗ് പോലെ ടെസ്റ്റിംഗ് ഒന്നുമല്ല ഞാൻ കുറച്ച് ഉപ്പല്ല ദൂരെ കുറച്ച് കച്ചറെല്ലാം കാണും അത് ഇതാ ചക്കയാണ് ഒന്നും തെറ്റിദ്ധരിക്കറ് എല്ലായിടത്തും അടുക്കളയിൽ ഉണ്ടാവൂടോ എന്നാലും ഞാൻ വൃത്തിയാക്കിക്കൊന്നുമില്ലല്ലോ എല്ലാം ഞാൻ സൂക്ഷിച്ച് ഇതാക്കി വീടെടുക്കും അപ്പൊ ഉമ്മ കുറച്ച് ഉമ്മാന്റെ സീക്രട്ടുകളിൽ ഇട്ട് ആണ്ടേണ്ട ഒഴിക്കുമ്പോ കാണാൻ അത് സംഭവം സീക്രട്ട് ആര് കാണാണ്ടല്ലേ ആര് സീക്രട്ട് ഇതാക്കറേ കണ്ടത് അപ്പൊ ഉമ്മാന്റെ സീക്രട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അളവ് തിരിയായിട്ടെല്ലാം കൂടി കുറഞ്ഞു അങ്ങനെ ഉമ്മാന്റെ സീക്രട്ട് എല്ലാം ഒഴിച്ച് കഴിഞ്ഞ് നിങ്ങക്ക് സീക്രട്ട് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക എന്നിട്ട് എന്റെ ഗൂഗിൾ പേയിലേക്ക് ഒരു 10,000 അയച്ചു തന്നാല് ഞാന് സീക്രട്ട് പറഞ്ഞു വീഡിയോ എടുക്കണ്ടായി 10,000 അയച്ചാൽ ബിസിനസ് അതാണ് ബിസിനസ് സീക്രട്ട് കാരണം എടുത്ത ഇപ്പൊ ഞാൻ ടെൻഷന്റെ തള്ള കൊറേ ദിവസമായി ആക്കാത്ത റെഡിയാന്നില്ല ഇത് വെള്ളം തിന്നിക്കുന്നേ പൊടിയുന്നേ ഇതിന്റെ സീറുണ്ടല്ലോ സീറ് താഴോട്ടേക്ക് പോണ്ടിട്ടാ സീറ് കട്ട ഒഴിവായി പോണ്ടിട്ട് കിട്ടിയ സാധനം കിട്ടാ വെള്ളം കിട്ടുന്നുണ്ട് ഇങ്ങനെ തന്നെയാ ഇനിയിപ്പൊ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് അധികം ഒഴിക്കറയുന്ന എടോ അപ്പഴത്തേക്ക് ഇത് സീറ് കുറവായിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് എല്ലാവരും ഇതാക്കണം എല്ലാവരും കണ്ടു പഠിച്ചോ ഉമ്മ ഇതില്ലെങ്കിൽ സാധാരണ ഇല്ല ചെയ്ത് കൊടുക്കൽ പറഞ്ഞു കൊടുത്ത ചിരട്ടയിൽ ചിരട്ടയില് അതിന്റെ മൂക്കിന് മൂക്കട്ടെ ഏതോ ഒരു ഭാഗത്ത് ഓട്ട വെച്ചിട്ട് ഷൈല് വെച്ചിട്ടാ ഇതാക്കല് ഷൈല് ഈസി ഇതല്ലേ ഇത് പിന്നെ കൂടെ മുട്ട തൊടണ്ടല്ലോ ഇത് നിങ്ങള് കഴിഞ്ഞ മുട്ടമാല ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ ഉമ്മ മുട്ട ഇതാക്കുന്ന അന്നേരം ഉമ്മക്ക് വിട്ട ട്രിക്ക് ആയിരുന്നു അല്ലേ പറഞ്ഞൊരു കൂടുതലാ ഇത് നോക്കട്ടെ ഇത്ര നേരം വെക്കണ്ടു പെട്ടെന്നാവും ഇതിന് പോകുന്നില്ല അത് തട്ടിയാ മതി അല്ലേ ചൂട് എങ്ങനെയായിരിക്കും നെയ്യിലും നന്നായിട്ടേനു ദിവസമെങ്കിൽ എനിക്ക് ഭയങ്കരം തന്നെ കണ്ടാ മതി എല്ലടോ മുഖം പറയുന്നുണ്ട് എന്താ ഇത് ഒന്നാമത് ഇതില്ല എന്ത് ശരിയാക്കില്ല സംഭവം ഇനിയിപ്പോ എത്ര നന്നായാലും ഞാൻ ഇതേപോലെ എല്ലാം ചെയ്യല് ഈലും നന്നാവുന്നുണ്ട് എന്റെ മാലയായിട്ട് വെള്ളം പോലെ അപ്പൊ ഇതൊന്നാ വളയാ അടുത്ത ഇത് ലാസ്റ്റ് ഈല് നിങ്ങൾ അയക്കില്ലെങ്കിൽ നിങ്ങള് മണ്ടത്തി കൊടുക്കുമ്പം ബേജാറാണ് ഓളോട് ഞാൻ കൊറേ പറഞ്ഞിക്ക് നീ വേറെ ആരോടെ പറഞ്ഞ വേണ്ട നിങ്ങൾ എങ്ങനെയാക്കി മനസ്സാറിയില്ല മോനെ സമീർ ഖാന്റെ കയ്യിലെല്ലാവർക്കും വിശ്വാസം
അതാ ഇത് ലാസ്റ്റത്തെ. കുറച്ച് നന്നായി വരുന്നുണ്ട്. അതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ ആല ഇതിനെ പറ്റിയിട്ട് അതിൽ ഞാൻ യോജിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ട്രൈ ചെയ്തിട്ടാ ഇങ്ങനെ നന്നാവും. ഇപ്പൊ നിങ്ങൾ തന്നെ എന്റെ ഫസ്റ്റത്തെ വീഡിയോസ് നോക്കി നോക്ക്. എന്തോ എനക്ക് തന്നെ കാണുമ്പോൾ എന്തോ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. എന്നാ അത് മാത്രം ഇതേപോലെ ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഞാൻ തന്നെ മനസ്സിൽ ചിന്തിക്കാം. എന്നാ പറഞ്ഞതാ അല്ല ഇപ്പൊ ഇനി ചർച്ചയ്ക്ക് വരില്ല ഇത് സംസാരം കേട്ടിട്ട്. ഇപ്പൊ എന്തെന്ന് ഇപ്പം കേൾക്കലേ ഇല്ല. ആ ഇപ്പൊ റെഡിയായി. റെഡിയാ? ആ നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യണോ എന്നാ സമീർത്ത എന്നാ നിങ്ങളുടെ സീക്രട്ട് മറ്റ് എന്തായാലും കമന്റ് ചെയ്യണം. കമന്റ് കിട്ടണം. അങ്ങനെ സമീർത്ത തന്നെ പറഞ്ഞ നിങ്ങൾക്ക്. അപ്പൊ ആരും മുട്ടമാർ ഉണ്ടാക്കത്തില്ല. എന്താ പിയാപ്പിളമാരെല്ലാം വന്നിട്ട് പിയാപ്പിളമാർക്കെല്ലാം നല്ല അടിപൊളിയാ. എല്ലാരും ഉണ്ടാക്കി കൊടുക്ക് പിയാപ്പിളമാർക്കെല്ലാം. വെള്ളം മാടിക്കും ഉണ്ടാക്കുന്നതോ. നമ്മള് സ്വയം ഉണ്ടാക്കിയിട്ട് തിന്നുന്നതിൽ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടൂല. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുക. അത് ഏകദേശം മറച്ചു തന്നെ എന്റെ പ്രാക്ടീസ്. ഓന് തിന്നുന്നുണ്ട്, ഓൻ തന്നെ ഉണ്ടാക്കി തിന്നു. ഞാനല്ല അന്നെ ഉണ്ടാക്കൂല. അതുകൊണ്ട് അവൻ ഇങ്ങനെ പറയുന്നു. ഞാൻ സീനല്ല പറഞ്ഞെടുക്ക. എന്നെ പറ്റി പറഞ്ഞെടുക്ക. നിങ്ങള് ഭക്ഷണമായിട്ട് തിന്നാൻ വിളിച്ചാൽ തന്നെ ഇവിടെ എത്തുന്ന കാര്യം വലിയ അബദ്ധം. അപ്പൊ നമുക്ക് നാളത്തെ കാണാം. ഉമ്മാന്റെ ഇവിടെ അടുത്ത ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് പോണം. ഇങ്ങനെ പോകുന്നുണ്ട്. അത് കുറച്ചുകൊണ്ട് പൊന്നിച്ച് വെക്കണ്ടേ? അപ്പൊ എന്തായാലും വീഡിയോ ലോങ് ആവുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്ന. നമുക്ക് ഇനി ഈ എന്നതിന് വെള്ള സാധനമല്ല, ഇനി വെള്ളതിനെതിരെ മുട്ട 10 മുട്ടേന്റെ 10 നമുക്ക് ഇനി കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ഉമ്മാന്റെ മുട്ടമാല ഒന്ന് കാണിച്ചു കൊടുത്ത. ഇതാ മറ്റേ ഇത് പഞ്ചസാര സീലിന് താഴേക്ക് പോയി കിട്ടിയതാ ലാസ്റ്റ്. ഇതായത് പിന്നെ ഇതെന്നാക്കുന്നു ഉമ്മ മിക്സിയില് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് പാൽപ്പൊടിയും പിന്നെ അതിലത് വെച്ച് അല്ല അരച്ചിട്ട് ചമ്മിപ്പോയി മുഖം കണ്ടെടുത്ത്. പിന്നെ നമ്മളെ ചൈനീസിന്റെ ഹായ് പറ. ഷൈമച്ചിനോടുള്ള ഒരു ദിവസം വ്ളോഗ് വരും അല്ലേ? അല്ല ഒരു ദിവസം വ്ളോഗ് എടുക്കണം നമുക്ക്. അല്ല വ്ളോഗ് നമുക്ക് നിങ്ങളെ ഷൈമച്ചി കുടുംബശ്രീയിലും പോകുന്നത്. അപ്പൊ നമുക്ക് അതെല്ലോ വ്ളോഗ് ഇതാക്കണം. പിന്നെന്നാ ഇതാക്കുന്നു ഇതിലാക്കുന്നതല്ല, പാൽപ്പൊടി ഇതാക്കുന്നില്ലല്ലോ. അപ്പൊ ഇതാ എല്ലാം മിക്സിയിലിട്ട് അടിച്ചിതായി ഇതാ ഒഴിച്ചു കൊടുക്കുന്ന. എന്താ ഒന്ന് കൊള്ളേനാണല്ലോ. ഇത് 5 കൂടുതൽ എടുത്തിട്ടേനു. അത് വലിക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ല ഞാൻ ഷുഗർ കട്ട, ഞാൻ മധുരം കൂട്ടൂല. അത് ഇത് തടി കണ്ടില്ലേ, തടി കുറക്കും. അപ്പൊ ഇത് ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ട് എത്ര മിനിറ്റ് അമ്മ? 10 മിനിറ്റാ? ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതാ കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ മുട്ടന്റെ 10 റെഡി ആയിട്ടുണ്ട്. ഇതാ മുട്ടമാല നേരത്തെ കാണിച്ചില്ലേ. ഉമ്മക്ക് എങ്ങനെ ഉളകിട്ടേ ആകുന്നുണ്ട് ഉമ്മ? എങ്ങനെയുണ്ട്? സൂപ്പറാ. ഉമ്മാന്റെ ഒരു പ്രത്യേകമുണ്ട്. ഉമ്മ എന്തുണ്ടാക്കിയാലും ഉമ്മക്ക് നേരെ ഇഷ്ടപ്പെടില്ല. അത് ഉമ്മ അറിയുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭക്ഷണം ഇഷ്ടപ്പെടില്ല. നിങ്ങളെ ഒന്ന് കമന്റ് ചെയ്യ്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ അല്ലേ? ഉമ്മക്ക് ഒന്ന് അറിയണം. ഇതാക്കുന്നുണ്ട്. അതിന്റെ സൈഡ് പഠിക്കുന്നുണ്ട്. അത് നമ്മക്കൊന്നുമില്ല, അത് ഉപ്പാക്ക്. നമ്മള് ഷുഗർ കട്ട്
ഇതിന് മുറിക്കുന്നുണ്ടാ? മുറിക്കുന്നുണ്ടാ? ഇല്ല, മുറിക്കുന്നില്ല. അതുപോലെ തന്നെ മുറിച്ചോട്ടെ. അല്ല ഇതിന്റെ മേലത്തെ ഭാഗമൊന്നും ഇല്ലടാ. ഒന്നും കേൾക്കുന്നില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഞാൻ വെച്ചിന്ന് മുറിക്കട്ട് ചെയ്യാം, അതില്ല. അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ എന്നല്ല, എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാൽ ഞാനിങ്ങനെ ഇടക്കിടക്ക് വരും അല്ലേ? പറഞ്ഞോളൂ. ഇനി എല്ലാവരും ഇൻഷാല്ലാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെന്താ ചെയ്യണല്ലേ? നിങ്ങളെ മറ്റേത് മറന്നുപോയാ, സീക്രട്ട്. എല്ലാരും സീക്രട്ട് എന്ന് പറയുന്നൊരു സമീർത്ത പറഞ്ഞേര് അല്ലേ? എന്ത് മൂക്കൊണ്ട് വരണത് ഒന്ന്. അപ്പൊ ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം.